ഹായ് ഗായ്സ്, നമുക്ക് ഇന്ന് കർത്താവിൻ്റെ സങ്കീർത്തന വചനത്തിൽ നിന്ന് നമുക്ക് 91 സാം ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയവും കവചവും ആകുന്നു. അതുപോലെ രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, അതുപോലെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതിനെ ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വശത്ത് 1000 പേരും നമ്മുടെ വലത്തുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അതൊന്നും നമ്മോട് അടുത്തു വരികയില്ല. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നമ്മൾ കാണും എന്നാണ് കർത്താവ് പറയുന്നത്. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നമ്മളെ തൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നാം ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നാം മെതിച്ചു കളയും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദൈവത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. അങ്ങനെയുള്ള ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചാൽ നമുക്ക് അവൻ ദീർഘായുസ് കൊണ്ട് അവൻ നമുക്ക് തൃപ്തി വരുത്തും. കർത്താവിൻ്റെ രക്ഷയെ നമുക്ക് കാണിച്ചു കൊടുക്കും. അതുപോലെ നമുക്ക് ഈ കർത്താവിൻ്റെ ഈ വിശുദ്ധമായിട്ടുള്ള ഈ ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. അതിനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. എല്ലാവരെയും മുറ്റുമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.